എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഷുഗർ കട്ട് ചെയ്ത് നോക്കി, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്ത് നോക്കി, എന്തിന് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതിരുന്ന് നോക്കി, ഇനി ഡിന്നർ വരെ സ്കിപ്പ് ചെയ്ത് നോക്കി, എന്നിട്ടും കാര്യം നടക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരു കാര്യം മാത്രം ചെയ്തതുകൊണ്ട് നമുക്ക് മാജിക് ആയിട്ടുള്ള ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് മാത്രം പോയി നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഫിറ്റായി 2 പേര് അല്ലെങ്കിൽ 4 പേര് കാണുമ്പോൾ പറയണം, നീ നന്നായിട്ട് മെലിഞ്ഞല്ലോ. ഇത് മാത്രമല്ല വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. പലർക്കും കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് ലോസ് നന്നായിട്ട് നടക്കും, കാണുമ്പോൾ ഭയങ്കര മെലിഞ്ഞിരിക്കും, പക്ഷേ ഹീമോഗ്ലോബിൻ നല്ല കുറവാകും, അനീമിക് ആവുന്ന അവസ്ഥയുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് ഡ്രോപ്പായി പോകുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഫീലിംഗ് ഭയങ്കര ടയേർഡ്നെസ് ആയിരിക്കും. അതിൻ്റെ കൂടെ സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾസ് ഉണ്ടാവും. സോ ഇതെല്ലാം പോഷകക്കുറവുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ എല്ലാ ഭക്ഷണങ്ങളും നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള സ്റ്റാമിന ഉണ്ടാവും, നിങ്ങളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ വളരെ നല്ല രീതിയിൽ നടക്കും. എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുക, നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ നല്ല രീതിയിലൊന്ന് കുറയുക. എന്തിന് രാവിലെ നമ്മളെ ബാറ്ററി എങ്ങനെയാണോ ഇരുന്നത് അതേ ഒരു എനർജറ്റിക് ഫീൽ നമുക്ക് ഈവനിങ് കിട്ടണം. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് പോകുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് പോകുന്നത്. അല്ല ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡയറ്റിന് നിങ്ങൾ റിവേഴ്സ് ചെയ്യേണ്ട ടൈം അതിക്രമിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യം തുടങ്ങേണ്ട എവിടെയെന്ന് വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെയുള്ള എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈബർ മറക്കാതെ എടുക്കുക എന്നുള്ളതാണ്. വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. ഒരുമിച്ച് ഒരുപാട് വെള്ളം കുടിച്ചതുകൊണ്ട് ബോഡി ഹൈഡ്രേറ്റ് ആവില്ല. അപ്പോൾ ചെയ്യേണ്ടത്, രാവിലെ നിന്ന് ഉച്ച വരെയും ഉച്ച മുതൽ വൈകുന്നേരം വരെയും കൊണ്ടുവേണം പ്രോപ്പറായിട്ട് വെള്ളം കറക്റ്റായിട്ട് എടുക്കാനായിട്ട്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാക്സിമം എല്ലാ ദിവസവും എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ല, വീക്കിലി നിങ്ങൾക്ക് എത്ര ഡേയ്സ് ആണോ എടുക്കാൻ പറ്റുന്നത് അത്രയും ഡേയ്സ് കറക്റ്റായിട്ട് പോകുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ പെർഫെക്ഷൻ നോക്കി നിൽക്കരുത്, എങ്കിൽ ഒരു കാലത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയണം, അടുത്ത മാസം തൊട്ട് എനിക്ക് കുറച്ച് ഫ്രീ ആവും, അല്ലെങ്കിൽ അടുത്ത മാസം തൊട്ട് ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഒരിക്കലും ടാർഗറ്റ് വെച്ചിട്ടോ ദിവസം വെച്ചിട്ടോ മുഹൂർത്തം വെച്ചിട്ടോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കരുത്. തുടങ്ങുക ഇന്ന് തന്നെ വൈകുന്നേരം ഒരു 3 മിനിറ്റ് നടന്നു, ജസ്റ്റ് ഒരു സുംബ ചെയ്തു, ഒരു പാട്ടിട്ട് ഒരു ഡാൻസ് കളിച്ചു, മതി. എന്താണോ നിങ്ങളുടെ ആക്ടിവിറ്റി അത് ഉടനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ഫുഡും വെള്ളവും നല്ല ഉറക്കവും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കിട്ടും. ഇത് ക്രാഷോ ഒരു ഇത്ര ദിവസം കൊണ്ട് പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ഒന്നും അല്ല, പക്ഷേ നിങ്ങൾക്ക് സ്ലോലി ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള നല്ലൊരു വെയിറ്റ് ലോസ് കിട്ടും. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഇങ്ങനെയൊരു വെയിറ്റ് ലോസ് ട്രൈ ചെയ്ത് നോക്കിയാലോ.